വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇതിനേക്കാൾ സന്തോഷകരമായ വിശേഷത്തോടെ വീണ്ടും കാണാമെന്നാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ സന്തോഷകരമായ വിശേഷം വന്നെത്തിയിരിക്കുന്നു. ലോകത്തിന് മൊത്തം അച്ഛാ ദിൻ വരുന്നു. ട്രംപ് ജി ലോകത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. Thank you very much. Sorry to keep you waiting. Complicated business. Complicated. അല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും മാന്യനായ ബിസിനസ്സുകാരനും കുടുംബവും പരിവാര സമേതം വെള്ളക്കൊട്ടാരത്തിലേക്ക് താമസം മാറുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് അത്രയങ്ങ് രസിക്കുന്നുണ്ടാവില്ല എന്ന് പൊളിമിക്സിനറിയാം. ഭർത്താവ് പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തനിക്കും അതായിക്കളയാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട വനിതയുണ്ടല്ലോ, ഹിലാരി അമ്മ. ഏതായാലും ഇന്ന് ട്രംപിൻ്റെ ദിവസമാണ്. അദ്ദേഹം സന്തോഷിക്കട്ടെ. ഒന്നോർത്താൽ ഇത് അമേരിക്കക്കാർക്ക് സന്തോഷിക്കാനുള്ള ദിവസമല്ല, ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ളതാണ്. ഇന്ത്യക്കാർ പരമ്പരാഗതമായി തിരഞ്ഞെടുപ്പിൽ പയറ്റിപ്പോരുന്ന തന്ത്രങ്ങൾ പയറ്റിക്കൊടുത്തതുകൊണ്ടാണ് ട്രംപ് ജി വിജയിച്ചു വന്നത്. आज हमने डोनाल्ड ट्रंप साहब के लिए उनके विजय के लिए आज हमने ये यज्ञ का आयोजन किया है. കണ്ടില്ലേ, നമ്മൾ ഇന്ത്യക്കാർ പരമ്പരാഗതമായി നമ്മുടെ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കുന്ന അതേ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് ട്രംപിനെ വിജയിപ്പിച്ചെടുത്തത്. ഇനിയിപ്പോൾ ട്രംപിൻ്റെ രാജ്യം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ മോദി നോട്ട് നിരോധിച്ചതെന്നും മൊത്തം ഡിജിറ്റലാക്കിയത് എന്നും ഒരു സംശയം പൊളിമിക്സിന് ഇല്ലാതില്ല. പക്ഷേ ചോദിക്കില്ല. ധൈര്യമില്ലാഞ്ഞിട്ടല്ല, പാസ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണ്. പെട്ടെന്നൊന്നും രാജ്യം വിട്ടു പോകാനാവില്ല. നോട്ട് നിരോധനത്തെക്കുറിച്ച് വല്ലതും മിണ്ടണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും PhDയും എടുത്ത് സർട്ടിഫിക്കറ്റ് ഡോക്ടർ രാധാകൃഷ്ണനെ കാണിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നതാണല്ലോ നടപ്പ് നിയമം. അതിനു കഴിവില്ലാത്തവർ ഒന്നുകിൽ പൊളിമിക്സിനെ പോലെ ചോദ്യം അങ്ങ് വിഴുങ്ങുക, അല്ലെങ്കിൽ ഇതാ ഈ കൂട്ടത്തിൽ അങ്ങ് ചേരുക. ഹിംസയുടെ അസ്ത്രമുനയാൽ പക്ഷിയെ കൊല്ലാൻ വില്ലുകുലച്ച കാട്ടാളത്വത്തോട് മാനുഷാദ് പറഞ്ഞ ആദികാവ്യം പിറന്ന നാട്ടിൽ മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന, സാംസ്കാരികതയെ ഭയപ്പെടുത്തുന്ന അധാർമികതകൾക്കെതിരായ സാംസ്കാരിക ഒത്തുചേരൽ ശ്രീ MT വാസുദേവൻ നായർക്കും സംവിധായകൻ കമലിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഗാന്ധി പാർക്കിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നായകന്മാരും മതനിരപേക്ഷ മനസ്സുകളും ഒത്തുചേരുന്നു. സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ മേഖലയിലുള്ളവർ എല്ലാം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. എന്തിനാണ് അവരിങ്ങനെ ഒത്തുകൂടിയത് എന്ന് പൊളിമിക്സ് പറയുന്നില്ല, അവർ തന്നെ പറയട്ടെ. ഇത്തരമൊരു കാലം കേരളത്തിലുണ്ടാകുമെന്ന് നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. അതിൻ്റെ സൂചനകളൊക്കെ ധാരാളം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിൽ MT വാസുദേവൻ നായരെയും കമലിനെയും പോലെ വേറെ പലരും, അവർ രണ്ടുപേരും മാത്രമല്ല, എത്രയോ പേർ മലയാളികൾക്ക് സുപരിചിതരും മലയാളികൾ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവരുടെ കലകൾ കൊണ്ട് മലയാളികളെ സന്തോഷിപ്പിച്ചിട്ടുള്ളവരും, ഒരു മലയാളി എന്ന കാര്യത്തിൽ നമുക്ക് അവരും നമ്മളും ഒരുപോലെ അഭിമാനിക്കുന്നവരുമായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളെ ഒരാളിനോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നു, മറ്റൊരാളിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു, നിങ്ങൾ ഇക്കണോമിസ്റ്റ് അല്ല,
അതുകൊണ്ട് നിങ്ങൾക്ക് മോദിയുടെ ഡീമോണിറ്റൈസേഷനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് രണ്ടുപേരും, അതിൽ MG ആണെങ്കിൽ 86 വയസ്സായി. ഞാൻ വയസ്സ് ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നില്ല. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ധിക്കാരം, അവഹേളിക്കൽ, ഈ അഹങ്കാരം ഇവർക്ക് എവിടുന്ന് ലഭിച്ചു? ഇത് ഡൽഹിയിൽ കുറച്ച് സംഘികൾ അധികാരത്തിലിരിക്കുന്നു എന്ന ധാർഷ്ട്യമാണോ അവരിവിടെ പ്രകടിപ്പിക്കുന്നത്, അതോ എന്തോ ഒരു ആത്മഹത്യാ പ്രവണത അവർക്കുള്ളിൽ കടന്നുകൂടിയതാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സക്കറിയ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പൊളിമിക്സിനും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ലാൽ ജോസിനെ പോലെ ജെറൂസലേമിലെങ്ങാനും പോയി താമസിക്കാനുള്ള പരിപാടിയാണോ എന്തോ. ഏതായാലും പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് മറുപടിയുമായി ആളെത്തും. ഈ മതേതര തീവ്രവാദികളുമായി ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് പൊളിമിക്സിനില്ലാത്തതിനാൽ അതുള്ള ഒരു സേനാനിയെ ഹാജരാക്കുകയാണ്, ഒരു രാജസേനനെ. പ്രശസ്തനായ എഴുത്തുകാരൻ സക്കറിയ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്: കേന്ദ്രത്തിൽ ചില സംഘപരിവാരികൾ, അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ആക്ഷേപത്തിൻ്റെ അങ്ങേറ്റം. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ എഴുതുമ്പോൾ മനോഹരമായ വാക്കുകൾ, സാഹിത്യമൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ സംസാരിക്കുമ്പോൾ ഇവരുടെ ഈ സഭ്യത എവിടെ പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ അതിനുശേഷം ലോക പ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന കേട്ടു. അദ്ദേഹവും എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൊളിമിക്സ് സമ്മതിച്ചു തരില്ല. വ്യക്തമാണ് അടൂർ പറഞ്ഞത്. ഇതാണ് അടൂർ പറഞ്ഞത്. കമലിൻ്റെ പേര് കമാലുദ്ദീനാണ് ആകുന്നതിൽ എന്താണ് കുഴപ്പം? കമലിനെ പോലെ യോഗ്യനായിട്ടുള്ള, വളരെ വ്യക്തിപരമായിട്ടുള്ള, നല്ല സന്മനസ്സും മര്യാദകളും പാകതയും എല്ലാം പുലർത്തുന്ന ഒരു വ്യക്തിയെ മറ്റൊരു രാജ്യത്തേക്ക് അയക്കാനായിട്ടുള്ള, അതിന് പറഞ്ഞു വിടുമെന്ന് പറയാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? നമ്മൾ എന്തായാലും ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത്, ഏകാധിപത്യ വ്യവസ്ഥയിലല്ല. അത്തരത്തിലുള്ള പ്രവണത കണ്ടാൽ നമ്മൾ അതിനെ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒഴിഞ്ഞു കിടക്കുന്ന ചില കസേരകൾക്ക് വേണ്ടി കലാകാരന്മാർ വളരെ തരം താഴ്ന്ന രീതിയിൽ ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപനങ്ങൾ ഇറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയകരമായ ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അപ്പോൾ അതാണ് ഈ സക്കറിയയും അടൂരുമൊക്കെ MTയെയും കമലിനെയും പിന്തുണക്കുന്നത് കസേര കിട്ടാനാണ്. കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കമലിനോട് രാജ്യം വിട്ടുപോകാൻ പറഞ്ഞതിനെക്കുറിച്ച് രാജസേനൻജിക്ക് എന്ത് പറയാനുണ്ടോ എന്തോ. ഇതിലെനിക്ക് പറയാനുള്ളത്, ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജിമ്മി ജെയിംസുമായിട്ട് കമൽ ചെയ്ത ഒരു ഇൻ്റർവ്യൂ, കമലുമായിട്ട് നടന്നൊരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കമൽ ഉത്തരം പറഞ്ഞുവെങ്കിലും ഒരു ചോദ്യം, ആ ചോദ്യം ഇങ്ങനെയാണ്: ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിംസിനെയൊക്കെ ഇവിടെ നിന്നിങ്ങനെ ഓടിക്കുന്നൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം. ആ ചോദ്യം തന്നെ വളരെ എന്താ പറയുക, ദുരുദ്ദേശപരമായിരുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർവ്യൂവിനിരിക്കുന്ന മിടുക്കനായ ഒരു ഇൻ്റർവ്യൂവർ ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഉത്തരം പറയേണ്ടുന്ന കമൽ പറയേണ്ടുന്ന വാചകങ്ങളുണ്ടായിരുന്നു. പക്ഷേ കമൽ പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്: ഞങ്ങളെയൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് ഇവിടെയുള്ളവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്ന് ഒന്ന് കാണാമല്ലോ. അത് 2 പ്രാവശ്യം പറഞ്ഞു. അത് ശരി. അപ്പോൾ പാർട്ടി വക്താവ് എന്ന നിലയിൽ ശരിക്ക് വ്യവസ്ഥാപിതമായി പണിയെടുക്കുന്നുണ്ടല്ലേ? ഇത്തരം TV പരിപാടികളെല്ലാം ഇരുന്നു കണ്ട് മറുപടി കൊടുക്കാനുള്ളതെല്ലാം കുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏകദേശം 25 വർഷത്തിൽ കൂടുതലുള്ള സൗഹൃദം കമലുമായിട്ട് എനിക്കുണ്ട്. എനിക്കുള്ളിൽ വളരെയധികം വേദന തോന്നി. കാരണം ഞാനൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്, മതേതര വിശ്വാസിയാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനവും മതേതരത്വത്തിൽ അങ്ങേറ്റം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കമൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് കമലിനോട് ചോദിക്കാൻ തോന്നിയ ചോദ്യം, ഞാനത് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതായിരുന്നു: ആരാണ് നിങ്ങൾ, ആരാണ് ഞങ്ങൾ? നമ്മളാണ്. അപ്പോൾ അവിടെ മാത്രം എനിക്ക് കമലിനോട് തോന്നിയൊരു വികാരം എന്ന് പറയുന്നത്, ഒരു കസേരയ്ക്ക് വേണ്ടി അദ്ദേഹം
കടിച്ചു തൂങ്ങാൻ വേണ്ടി അദ്ദേഹം CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ ഏതായിരിക്കും ആ കസേര? മതേതരവാദികളെയെല്ലാം ഒരേപോലെ മോഹിപ്പിക്കുന്ന ആ കസേര. എനിക്കിന്നലെ സക്കറിയുടെ പ്രസംഗം കണ്ടപ്പോഴും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇനി ഇദ്ദേഹവും വല്ല കസേര ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഇനി ഏതെങ്കിലും കസേര കുറച്ച് വലിപ്പത്തിലുള്ളത് ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ കസേര സക്കറിയ മൗലവിക്ക് ഏതായാലും കിട്ടാനിടയില്ല. പിന്നെ കമാലുദ്ദീൻ മുസ്ലിയാർക്ക് വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിക്കാവുന്നതാണ്. സമസ്തയുടെ പ്രസിഡന്റ് പദം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇനി മറ്റൊന്നിലേക്ക് വരികയാണെങ്കിൽ, ബഹുമാന്യനായ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ MG വാസുദേവൻ നായർ, അദ്ദേഹം ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് അനീതികളും ഒരുപാട് നന്മകളും ഒക്കെ കാലാകാലങ്ങളിലായിട്ട് നടക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടയലത്ത് ഒരു രാഷ്ട്രീയ കൊലപാതകം, കേരളത്തെ നടുക്കിയ TP ചന്ദ്രശേഖരൻ വധം നടന്നു. അന്നൊന്നും ഇദ്ദേഹത്തിൻ്റെ തൂലികയോ ഇദ്ദേഹത്തിൻ്റെ മനസ്സോ ഉണർന്നിട്ടില്ല. ഇപ്പോഴിതാ നോട്ട് നിരോധനം വന്നപ്പോൾ അദ്ദേഹം ഉണർന്നു. അത് കഴിഞ്ഞ് കമലിനെതിരായിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെയും അദ്ദേഹം ഉണർന്നു. അതിൻ്റെ പിന്നിലും ഏതോ ഒരു രാഷ്ട്രീയ ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് കറക്റ്റ്. ആ നായർക്ക് പണ്ട് തന്നെ മാപ്പിളമാരുമായി കൂട്ടുകച്ചവടമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ട നോവലായ അറബിപ്പൊന്ന് എഴുതിയത് എങ്ങനെ എന്നറിയില്ലേ? NP മുഹമ്മദുമായി കൂറായിട്ട് എഴുതിയതാണ്. ഈ NP മുഹമ്മദ് ആരാണ്? NP അബുവിൻ്റെ മകൻ, NP മൊയ്തീൻ്റെ സഹോദരൻ, ഹാഫിസ് മുഹമ്മദിൻ്റെ വാപ്പ. അവർ കുടുംബമടക്കം മുസ്ലിങ്ങളാണ്. പിന്നെ നോട്ട് നിരോധനം അതായിരുന്നല്ലോ MG വാസുദേവൻ നായരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. നോട്ട് നിരോധനം വന്നു, രാജ്യത്ത് കുറച്ച് പ്രതിസന്ധി ഉണ്ടായി. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഒരു രാജ്യത്ത് വരുമ്പോൾ പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പോൾ ആ പ്രതിസന്ധി കുറഞ്ഞ് വന്ന് ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ രാജ്യം മറ്റൊരവസ്ഥയിലേക്ക്, ഒരു അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക്, വളരെ സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇക്കാര്യത്തിൽ പൊളിമിക്സിന് യാതൊരു സംശയവുമില്ല, ഉണ്ടാവുകയുമില്ല. ഡോക്ടർ അമർത്യ സെന്നും ഡോക്ടർ മൻമോഹൻ സിംഗും കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തികച്ചും യോഗ്യനാണ് ഡോക്ടർ രാജസേനൻ. അദ്ദേഹം ഒരു ഉറപ്പ് തന്ന സ്ഥിതിക്ക് പൊളിമിക്സ് നോട്ട് തന്നെ വിടുകയാണ്. എന്നിട്ടൊരു ഇടവേളയിലേക്ക് കിടക്കുകയാണ്. അതു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കൊലോത്സവമാണ്, കൊലോത്സവം. ഇതിനിടയിലും കണ്ണൂരിൽ കൗമാരഭാവന ചിറകി വിടർത്തിയാടുകയാണല്ലോ. സ്കൂൾ കലോത്സവം അരങ്ങ് തകർക്കുകയാണല്ലോ. അശ്വത്ഥാമാവ് രക്ഷിച്ചിട്ടില്ല. അവനെ കൊല്ലാൻ തിരക്കെന്നല്ല, പാണ്ഡവ കൊലത്തെ ആർക്കും അതിന് കഴിയില്ല. കഴിയും ഗുരു. അങ്ങയിൽ നിന്നും മറുപടി ലഭിക്കുവാൻ ഏറെ കൊതിച്ചവനാണ് ഞാൻ. ഒടുവിൽ രക്ഷണ വെക്കാൻ പൊന്നും പണവുമില്ലാതെ വന്നപ്പോൾ സ്വയം പഠിച്ചെടുത്ത അറിവിലൂടെ ഞാനാ അത് ചെയ്തത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം ദ്രോണരെ, വിശ്വസിക്കണം. വിശ്വസിക്കാതെ തരമില്ല. കണ്ണൂരാണ് വേദി. ആർക്കും ആരെയും ഏത് നേരവും കൊല്ലാം. അവിടെ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് രാജസദസ്സിൽ വെച്ച് കൃഷ്ണനോട് ആരോ പറഞ്ഞില്ലേ, കൊല്ലിക്കയത്രേ നിനക്ക് രസമിടവൂ എന്ന്. അത്തരം രസികന്മാർ ഏറെയുണ്ട് കണ്ണൂരിൽ. ഞങ്ങൾ സമാധാനപരമായിട്ട് കൃത്യസമയത്തു തന്നെ ഒരു ബലിദാനിയെ കിട്ടി. ഇനി വേണ്ടത് വിലാപയാത്രയാണ്.
യുവജനോത്സവം നടക്കുന്ന സമയമായതിനാൽ വേദിയുടെ മുന്നിലൂടെ തന്നെ വിലാപയാത്ര കടന്നു പോകണമെന്നത് അവകാശമാണ്. അതെ, അതൊരു രാഷ്ട്രീയ അവകാശമാണ്. അത് പോലീസ് തടഞ്ഞപ്പോൾ സ്വാഭാവികമായും ബലിദാനിയുടെ പാർട്ടിക്കാർ വികാരാധീനരായി. നമ്മുടെ നേതാക്കൾ വ്യക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സന്തോഷിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും നേതാക്കളുടെ ആശയക്കനുസരിച്ച് സ്വസ്ഥാനത്ത് വന്നിരിക്കേണ്ടതാണ്. യുവജനോത്സവ വേദിയുടെ മുന്നിലൂടെ തന്നെ വിലാപയാത്ര കടന്നു പോകണം എന്ന് BJPക്കാർ. പറ്റില്ല എന്ന് പോലീസ്. സത്യത്തിൽ കുടുങ്ങിയത് പോലീസാണ്. ഭാഗ്യത്തിന് ആവശ്യത്തിലേറെ ഉപദേശം കിട്ടി. പോലീസ് വിട്ടുവീഴ്ച തയ്യാറാണല്ലോ ഇവിടെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളവിടെ പറഞ്ഞ KSRTC വെക്കാം, പുതിയ സ്റ്റാൻഡ് വെക്കാം, എല്ലാം വെക്കാം എന്ന് പറഞ്ഞു. അവർക്ക് അവിടെ വേണ്ട, ഇവിടെ തന്നെ കൊണ്ട് വെക്കണം. അതെന്താ അതിന്റെ ആവശ്യം? അല്ല, അത് അങ്ങനെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കണ്ടേ? അതല്ലേ പോലീസിന്റെ വലയത്തിൽ തന്നെ വന്നതാണല്ലോ ഇത്. വന്നിട്ട് അവർ സംഭവിച്ചതാണ്. അതെ, ഇത് പറഞ്ഞ് സംഭവിച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്ത് ചെയ്യും, ഇപ്പൊ സമ്മതിക്കുന്നില്ല അവര്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇത് വാക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യും? കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് കേരളം മുഴുവൻ വളരെ ഉത്കണ്ഠയോടെ കാണുന്നത്. കാരണം അതാണ് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സ്പോട്ടിലെ വിവരങ്ങളൊന്നും അറിയുന്ന ആളെന്ന നിലയിൽ ഒരു നിർദ്ദേശം അങ്ങോട്ട് പറയാം. മുകളിൽ നിന്ന് നിർദ്ദേശം ഓക്കെ, അവരിവിടെ അറിയുന്നില്ല. സ്പോട്ടിലെ വിവരം നമ്മൾ സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിപ്പോ അവരിങ്ങനെ ഇത് പിടിച്ച് പോകാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എനിക്ക് DG സംസാരിക്കണം, IGP സംസാരിക്കണം. ഏകദേശം 1 മണിക്കൂറോളായി ഇവിടെ തന്നെ. എന്തിനേറെ പറയുന്നു, അവസാനം രാഷ്ട്രീയക്കാർ തന്നെ വിജയിച്ചു. ആ വേദിക്ക് മുന്നിലൂടെ ആ യാത്ര കടന്നുപോയി. എന്തൊക്കെ പറഞ്ഞാലും കണ്ണൂരിലെ RSSകാരും BJPക്കാരും മാന്യന്മാരും ക്ഷമാശീലരുമാണ്. യുവജനോത്സവ നഗരിയിൽ പൊതുദർശനത്തിന് വെക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ലല്ലോ. ആ വേദിക്ക് മുന്നിലൂടെ കടന്നു പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് തികച്ചും മിതമായ ഒരാവശ്യമല്ലേ? മൃതദേഹവും വഹിച്ചുകൊണ്ട് പോകുന്ന വിലാപയാത്ര പോലും പോലീസ് തടയുകയാണ്. സ്വതന്ത്രമായി റോഡിലൂടെ വിലാപയാത്ര വാഹനത്തിലാണ്, കാൽനടയായിട്ടല്ല, വാഹനത്തിൽ പോകുന്നു. എത്രയോ വാഹനങ്ങൾ പോകുന്നു, അക്കൂട്ടത്തിൽ പോകാൻ അനുവദിക്കാമായിരുന്നു. അതൊന്നും പോലീസ് അനുവദിക്കുന്നില്ല. യുവജനോത്സവ വേദിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കൊക്കെ BJP എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത്രയും വലിയൊരു വിലാപയാത്ര നടക്കുന്ന സന്ദർഭത്തിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സമാധാനകാംക്ഷികളായിട്ടുള്ളവർ എല്ലാവരും ആ വിലാപയാത്രയോട് സഹാനുഭൂതി കാട്ടിക്കൊണ്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത്. അതുമാത്രവുമല്ല വേണ്ടത്, അവിടം കൊണ്ട് നിർത്തരുത്.
രാഷ്ട്രീയ കൊലപാതകം, പ്രതികാരാഹ്വാനം, വിലാപയാത്ര എന്നിവ അടുത്ത വർഷം മുതൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമാക്കണം. ഇതെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ കലാപരിപാടികളല്ലേ? കണ്ണൂരിലെ സ്ഥിതിവിശേഷം വളരെ ഗൗരവമുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രവും വളരെ ഗൗരവപൂർവ്വമാണ് ഇതിനെ കാണുന്നത്. കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്രവും ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുവിട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി മറ്റൊരാളും സംസാരിച്ചു വന്നിട്ടുണ്ട്. അയാളെ പൊളിമിക്സിനറിയാം. അവിടെ BJPയും CPIയും തമ്മിലുള്ള സംഘർഷമുണ്ടല്ലോ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് മുഖ്യമന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പരിഹരിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞോളാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ആളായി കുമ്മനം രാജശേഖരൻ പിണറായി വിജയനെ കണ്ടു. അത്രയും നന്നായി. മുഖ്യമന്ത്രി ശക്തമായ നടപടി സ്വീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി തന്നെ കണ്ണൂർ വരണം. കാരണം മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഈ ഏറ്റവും ഒടുവിലത്തെ കൊലപാതകം, അക്രമപ്രവർത്തനങ്ങൾ. കൊലപാതകത്തിന് ഇരയായി തീർന്ന് ആ കുടുംബങ്ങൾ, അക്രമത്തിനിരയായി തീർന്നിട്ടുള്ള കുടുംബങ്ങൾ, അവരെയൊക്കെ നഷ്ടപരിഹാരം നൽകണം. പാവങ്ങളാണ്. എന്നിട്ട് എന്തു പറഞ്ഞു മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറ്റില്ല എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ ആവശ്യം പരിഗണിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ വാക്കും കേട്ട് നിങ്ങളിങ്ങ് തിരിച്ചു പോന്നോ? അതെ, ഏത് കാര്യവും ആവശ്യപ്പെടുമ്പോൾ അല്പസമയം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം. ഇത് വളരെ ഗൗരവപൂർവ്വം എടുക്കണം. നിഷ്പക്ഷമായും സത്യസന്ധമായും സ്വതന്ത്രമായും അന്വേഷണം നടത്താൻ കഴിയുന്ന വിധത്തിൽ അന്വേഷണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണം. മൂന്നാമതായി മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കൊലപാതകത്തിൽ എത്തിച്ചിരിക്കുന്ന സംഭവവികാസങ്ങൾ കണ്ണൂരിൽ ഉണ്ടായതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ, അദ്ദേഹത്തിൻ്റെയും ജില്ലയാണ്, മുഖ്യമന്ത്രി തന്നെ ആ സ്ഥലത്ത് വരണം, സംഭവ സ്ഥലത്ത് വരണം. എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചുകൂട്ടി അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കണം. ഉണ്ട്, തീർച്ചയായിട്ടും ഈ വീഴ്ച അദ്ദേഹം അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ, അക്രമത്തിൻ്റെ കാര്യത്തിൽ മുഖം നോക്കുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അത് കാത്തിരിക്കാൻ അല്പസമയം ഞങ്ങൾ തയ്യാറാണ്. പിണറായി വിജയനെ കുമ്മനം രാജശേഖരൻ വിശ്വസിക്കുന്ന ഈ മനോഹര മുഹൂർത്തത്തിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ചമച്ച് അന്തരീക്ഷം വഷളാക്കാൻ താല്പര്യമില്ലാത്തതിനാൽ പൊളിമിക്സ് വിരമിക്കുകയാണ്. ജയ് ബോലോ ലാൽ സലാം.